ഫൺ ട്രാവൽ ആൻഡ് മൂവീസിൻ്റെ കാശ്മീർ ഡയറീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. നമ്മൾ ബാംഗ്ലൂരിൽ നിന്നും ലക്നൗവിലെത്തി. ലക്നൗവിൽ നിന്നും നമ്മൾ കാശ്മീരിലേക്ക് ശ്രീനഗറിലേക്കുള്ള അടുത്ത കണക്ഷൻ ഫ്ലൈറ്റിലാണ്. രാവിലെ 5 മണി കഴിഞ്ഞു. ഇതാ നമ്മൾ റൺവേയിലൂടെ പറന്നുയരാൻ പോവുകയാണ്. ലക്നൗവിൻ്റെ മുകളിലൂടെ നമ്മളിതാ ശ്രീനഗറിലേക്ക് പറന്നുയരുന്നു. ലക്നൗവിൽ നിന്നും ശ്രീനഗറിലേക്ക് നമ്മൾക്ക് 2 മണിക്കൂറോളമാണ് പറക്കാനുള്ളത്. രാവിലെ 5 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അത് 7 മണിയാകുമ്പോഴേക്കും ശ്രീനഗർ എയർപോർട്ടിൽ ഇറങ്ങുന്നതാണ്. സൂര്യൻ ഉദിച്ചിട്ടില്ല. ഉദയ സൂര്യനെ കാത്തു നിൽക്കാതെ നമ്മൾ ഇതാ പറന്നു പോയി. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ സ്നാക്സും മറ്റ് ഭക്ഷണങ്ങളും നൽകുന്നുണ്ടെന്ന് അതിലുള്ള യാത്രക്കാർ ഞങ്ങളോട് പറയുകയുണ്ടായി. ഇൻഡിഗോ ഫ്ലൈറ്റിലാകട്ടെ നമ്മൾക്ക് സൗജന്യമായി ലഭിക്കുന്നത് ഒരു ഗ്ലാസ് പച്ചവെള്ളം മാത്രമാണ്. ചായയ്ക്ക് വില ചോദിച്ചപ്പോൾ 200 രൂപയാണെന്നും അതിനോടൊപ്പം കുറച്ച് അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും നിങ്ങൾക്ക് ലഭിക്കുമെന്നും എയർ ഹോസ്റ്റസ് വളരെ സന്തോഷത്തോടെ എന്നെ അറിയിച്ചു. അത് കേട്ടുകൊണ്ട് ഞാൻ പുഞ്ചിരിക്കുകയും അവരോട് നന്ദി പറയുകയും ചെയ്തു. രാത്രി 10 മണിക്ക് ഞങ്ങൾ ലക്നൗവിൽ ഇറങ്ങുമ്പോഴും ഈ നഗരം ഇങ്ങനെയൊക്കെ തന്നെ വെളിച്ചം തൂകി നിന്നിരുന്നു. ഇപ്പോഴിതാ 5 മണിക്ക് പറന്നുയരുമ്പോഴും അതേ രീതിയിൽ തന്നെ നഗരം ഉറങ്ങാതെ കിടക്കുന്നു. നമ്മളൊക്കെ ഉറങ്ങുമ്പോഴും മഹാന്മാർ മഹത്വത്തിലേക്ക് ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് എവിടെയോ പറഞ്ഞു കേട്ട ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് തള്ളി വന്നു. ഓരോ ആളുകളും ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. നമ്മൾ ഉറങ്ങുമ്പോഴും ഇതാ പൈലറ്റും മറ്റ് എയർ ഹോസ്റ്റസും അവരുടെ ജോലി ചെയ്യുന്നു. അർദ്ധരാത്രിയിലും നമ്മളൊക്കെ മൂടി പുതച്ച് കിടന്നുറങ്ങുന്ന ഓരോ സമയങ്ങളിലും മറ്റു പലരും ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുകയാണ്. അതെ, ലോകം അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രയത്നത്തിലൂടെയാണ് പലരുടെയും. നമ്മളതിനെ കാണുന്നില്ല എന്ന് മാത്രം. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആകാശം തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. അതെ, സൂര്യൻ ഉദിച്ചുയരുകയാണ്. എൻ്റെ എതിർവശത്തു നിന്നുള്ള വിൻഡോയിൽ നിന്ന് നോക്കിയാൽ സൂര്യൻ ഉദിച്ചുയരുന്നത് കൃത്യമായി കാണാൻ സാധിക്കും. ഞാൻ പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള വിൻഡോയിലൂടെയാണ് നോക്കിക്കാണുന്നത്. അങ്ങനെയാണെങ്കിൽ വിമാനം വടക്കോട്ട് പറന്നുകൊണ്ട് ഇരിക്കുകയായിരിക്കും. പ്രഭാത സൂര്യൻ ആകാശത്ത് അണിയിച്ചൊരുക്കുന്ന വർണ്ണവിസ്മയങ്ങളെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യവേ അങ്ങകലെ ചക്രവാള സീമകളിൽ കാശ്മീരിൻ്റെ വരവറിയിച്ചുകൊണ്ട് മഞ്ഞുമലകൾ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അത്യാകർഷകങ്ങളായ ആ മഞ്ഞുമലകളിൽ നിന്നും കണ്ണെടുക്കാൻ എനിക്ക് സാധിച്ചില്ല. കാശ്മീർ കാശ്മീർ എന്ന് എൻ്റെ ഹൃദയത്തിൽ നിന്നും ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നി. ശരിക്കും ഒരു വിസ്മയകരമായ ഭൂമിയുടെ മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ എത്താൻ പോവുകയാണ്. ആ ഒരു ഓർമ്മ, ആ ഒരു ചിന്ത എന്നെ അത്യധികം ആഹ്ലാദഭരിതനാക്കി. തലേ ദിവസം ലക്നൗ എയർപോർട്ടിൽ 10 മണിക്ക് ഞങ്ങൾ ഇറങ്ങിയതാണ്. അതിനുശേഷം വളരെയൊന്നും ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ടായിരുന്നു. എന്തൊക്കെ ക്ഷീണമുണ്ടായാലും ഇത്തരത്തിലുള്ള കാഴ്ചകൾ എന്നെ ഒരിക്കലും ഉറങ്ങാൻ അനുവദിച്ചിരുന്നില്ല. അതിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടും വീണ്ടും വരാനിരിക്കുന്ന പ്രകൃതിയുടെ മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടും ഞാൻ അതിൽ ലയിച്ചുകൊണ്ട് ഒരു കാഴ്ചക്കാരനായി. അങ്ങനെ താഴേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ വിമാനത്തിൽ നിന്നും അറിയിപ്പ് വന്നു. നമ്മൾ ശ്രീനഗർ എയർപോർട്ടിൽ ഇറങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ബെൽറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ധരിക്കണം. അതൊക്കെ ധരിച്ചു എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഞാൻ വീണ്ടും കാഴ്ചകളിലേക്ക് തിരിച്ചുപോയി. വിമാനം ഇപ്പോൾ താഴ്ന്നു പറക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ താഴെയുള്ള കാഴ്ചകൾ കൂടുതൽ വ്യക്തമായി തെളിഞ്ഞ് വന്നുകൊണ്ടിരുന്നു. നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ വ്യത്യസ്തമായ ഭൂപ്രകൃതിയാണ് കാശ്മീരിൽ ഉള്ളത്. നമ്മുടെ നാട്ടിൽ തെങ്ങുകളാണെങ്കിൽ ഇവിടെ തെങ്ങുകൾ കാണാനേ ഇല്ല. മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ കുറച്ച് പച്ച തുരുത്തുകളും വീടുകളും മറ്റു കെട്ടിടങ്ങളും അടങ്ങിയ കാര്യങ്ങളും മലനിരകളുമെല്ലാം നമ്മൾക്ക് താഴെ കാണാൻ സാധിക്കും.
ഇവിടെയുള്ള കാർഷിക വൃത്തിയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന ചില ദൃശ്യങ്ങളും മുകളിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചു. മഞ്ഞ നിറത്തിൽ മഞ്ഞപ്പൊട്ടുടുത്തുകൊണ്ടുള്ള ചെറിയ പാടങ്ങൾ. അന്വേഷിച്ചപ്പോൾ അത് കടുക് പാടങ്ങളാണ് എന്നും ആ മഞ്ഞപ്പൊട്ടുടുത്തിരിക്കുന്ന പാടങ്ങൾ കാശ്മീരിലുടനീളം നമ്മൾക്ക് കാണാൻ സാധിക്കുമെന്നും അറിയാൻ കഴിഞ്ഞതാണ്. വിമാനം ഇപ്പോൾ കൂടുതൽ താഴ്ന്ന് പറക്കുകയാണ്. ദൂരെ വീണ്ടും മഞ്ഞപ്പാടങ്ങൾ തെളിഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. ശരിയാണ്, കടുക് പാടങ്ങൾ. അവ എത്ര മനോഹരമാണ് എന്ന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ എനിക്ക് വ്യക്തമാക്കി തന്നു. കാശ്മീരിൻ്റെ ഹൈവേകൾ, അതിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ എല്ലാം ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്. മനോഹരമായ കാശ്മീരിൻ്റെ ആകാശ കാഴ്ചകൾ, ആരെയും വിസ്മയിക്കുന്ന കടകുപാടങ്ങൾ എല്ലാം പിന്നിട്ടുകൊണ്ട് നമ്മളിതാ കാശ്മീരിൻ്റെ മണ്ണിലേക്ക് പറന്നിറങ്ങുന്നു. ഇപ്പോൾ നമ്മൾ റൺവേയിലൂടെ ഓടുകയാണ്. കാശ്മീരിൻ്റെ മണ്ണിലൂടെ ശ്രീനഗറിൽ ഈ സുപ്രഭാതത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി കാശ്മീരിലേക്ക് സ്വാഗതം. ശ്രീനഗർ എയർപോർട്ട് അത്ര വലിയൊരു എയർപോർട്ടായി എനിക്ക് തോന്നിയില്ല. മറ്റ് വിമാനങ്ങളൊന്നും തന്നെ അവിടെ എനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. ഈ സുപ്രഭാതത്തിൽ ഞങ്ങളാണ് ആദ്യമായി അന്നവിടെ ഇറങ്ങുന്നത്. അങ്ങനെ കാശ്മീരിൻ്റെ മണ്ണിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും കാശ്മീർ ഇന്ത്യയുടെ പൂർണ്ണമായ ഭാഗമാക്കി മാറ്റിയിരുന്നില്ല. 370 അനുച്ഛേദം റദ്ദാക്കിയതിനെ തുടർന്ന് മാത്രമാണ് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി മാറിയിട്ടുള്ളത്. ആ തീരുമാനം എല്ലാ തരത്തിലും നമ്മൾക്ക് സ്വാഗതം ചെയ്യേണ്ട ഒന്നാണ്. കാരണം അങ്ങനെയൊന്നില്ലെങ്കിൽ കാശ്മീർ ഇപ്പോഴും തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും മറ്റും കേന്ദ്രമായി മാറിയേനെ. ഒരു ഭാഗത്ത് കാശ്മീരിനെ കുറിച്ചുള്ള വിസ്മയകരമായിട്ടുള്ള ചിന്തകൾ നിൽക്കുമ്പോഴും ഇവിടെ നിലനിന്നിരുന്ന അസ്വസ്ഥതകളും അതുപോലെ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങളും മറ്റുമെല്ലാം മനസ്സിൻ്റെ ഒരു ഭാഗത്ത് നമ്മളെ ഭയപ്പെടുത്തുന്ന ഓർമ്മകളായി നിലനിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മളെ ഇവിടെ കാത്തിരിക്കുന്നത്? ഇവിടെ സുരക്ഷ എത്രത്തോളമുണ്ട്? അത്തരത്തിലുള്ള ചിന്തകളെല്ലാം തന്നെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു. എല്ലാവരും വിമാനത്തിൽ നിന്നും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ്റിന് ഒരു നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ സാധിക്കും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കാശ്മീർ. ഇന്ന് കാശ്മീർ സഞ്ചാരികളെ മാടി വിളിക്കുന്നു. എത്രയോ കാലം മുന്നേ ഇത് സംഭവിക്കേണ്ടതാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ആരാണ് ഉത്തരവാദി? കാശ്മീരിൻ്റെ എയർപോർട്ട് ചിത്രീകരിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം വന്നു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഭാഗം വിട്ടുകൊണ്ട് വാഹനത്തിലേക്ക് കയറുകയാണ്. എയർപോർട്ടിന് പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾക്ക് കുറച്ച് സമയം കാത്തു നിൽക്കേണ്ടി വന്നിരുന്നു. അപ്പോഴേക്കും മജീദ് ഭായ് ട്രാവലറുമായി എത്തി. ഇസാർ ഭായിയാണ് ഡ്രൈവർ. ഇനി നമ്മൾ നേരെ ഹോട്ടലിലേക്ക്. എത്ര മനോഹരമാണ് ഇവിടെയുള്ള പാതകൾ. നമ്മളുടെ നാട്ടിലൊക്കെ ഇപ്പോഴാണ് 4 വരി പാതകൾ വരുന്നത്. ഇവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് പോകുമ്പോൾ മാത്രമല്ല, ഇവിടെ നഗരത്തിലൂടെ പോകുന്ന മിക്കവാറും മുഴുവൻ പാതകളും 4 വരികളാണ്. ഉള്ളോട്ടുള്ള പാതകൾ മാത്രമാണ് 2 വരി പാതകളായി നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എത്രയോ മനോഹരമായ ഈ പാതകൾ വളരെ വൃത്തിയായി തന്നെ ഇവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ഇവിടെ ചെറിയൊരു ടോൾ കൊടുക്കാറുണ്ട്. അങ്ങനെ ടോൾ കൊടുത്തുകൊണ്ട് നമ്മൾ വീണ്ടും നേരെ ഹോട്ടലിലേക്ക്. മജീദ് ഭായിയും ഇസാർ ഭായിയും സംസാരിക്കുന്നത് അവരുടെ ഭാഷയാണ്. കാശ്മീരി ഭാഷയാണോ എന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ നമ്മൾ ക്രൗൺ പ്രിൻസിലെത്തി. ഇതാണ് നമ്മുടെ ഹോട്ടൽ. വരുന്ന 3 ദിവസം നമ്മൾക്ക് ഇവിടെയാണ് താമസം ഒരുക്കിയിരിക്കുന്നത്. ഈ ഹോട്ടൽ ഏറ്റവും പ്രൈം ലൊക്കേഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നല്ല രീതിയിലുള്ള ഭക്ഷണവും സെർവ് ചെയ്യുന്നു എന്നുള്ളത് ഇതിനെ ആകർഷണീയമാക്കുന്നു. കാശ്മീരിലേക്ക് കാഴ്ചകൾ കാണാൻ വരുന്ന ഏതൊരാൾക്കും
ഈ ഹോട്ടൽ ബുക്ക് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമായിരിക്കും എന്നുള്ളത് അനുഭവത്തിൽ നിന്നും നമ്മൾക്ക് ഉറപ്പിച്ചു പറയാം. ഇന്നു മുതൽ നമ്മൾ കാശ്മീർ കാണാൻ പോവുകയാണ്. ആദ്യത്തെ ദിനമായ ഇന്ന് തുളിപ്പ് ഗാർഡനും അതുപോലെ തന്നെ ദാൽ തടാകവും ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് മജീദ് ഭായ് ഞങ്ങളോട് അറിയിച്ചു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ റെഡിയാവുകയാണെങ്കിൽ ഇസാർ ഭായ് വാഹനവുമായി പുറത്ത് കാത്തിരിക്കുന്നുണ്ടാകും എന്നും അദ്ദേഹം അറിയിക്കുകയുണ്ടായി. അപ്രകാരം പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ച് യാത്രകളിലേക്ക് പോകുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്തു. കാശ്മീരിൻ്റെ വർണ്ണാഭമായ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.